ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, വലിയ നോമ്പിന്റെ 2-ാം ദിനം ഈശോയോട് ചേർന്നിരിക്കുമ്പോൾ ഈശോ നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന, സ്വന്തം ശിഷ്യന്മാരിലൂടെ നമുക്ക് പകർന്നു തന്ന പ്രാർത്ഥന, കർത്തു പ്രാർത്ഥനയിലൂടെ നമുക്കൊരു നിമിഷം ഒന്ന് കടന്നു പോകാം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 12-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുക: ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കണമേ. നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം എത്രയോ തവണ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന നാം ചൊല്ലുന്നുണ്ട്. ആ പ്രാർത്ഥനയുടെ അർത്ഥങ്ങൾ അറിഞ്ഞുകൊണ്ടാണോ നാം ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്? എൻ്റെ സഹോദരനോട്, എൻ്റെ സഹോദരിയോട്, എൻ്റെ ജീവിത പങ്കാളിയോട്, എൻ്റെ മാതാപിതാക്കളോട്, എൻ്റെ മക്കളോട്, എൻ്റെ സ്നേഹിതരോട്, അയൽവാസികളോട്, എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരോട് ക്ഷമിച്ചിട്ടാണോ ഞാൻ ദൈവ തിരുസന്നിധിയിൽ ക്ഷമയ്ക്ക് വേണ്ടി യാചിക്കുന്നത്? ഈശോയിൽ പ്രിയമുള്ളവരെ, ഈ നോമ്പുകാലം നമുക്ക് വളരെ പ്രത്യേകമായിട്ട് ചിന്തിക്കാം. ക്ഷമ കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 23-ാം തിരുവചനത്തില് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്: നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ചോർത്താൽ, കാഴ്ചവസ്തു അവിടെ ബലിപീഠത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെടുക, പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക. ഈശോയിൽ പ്രിയമുള്ളവരെ, നാളിതുവരെ നമ്മുടെ ജീവിതത്തിൽ എത്രയോ പരിശുദ്ധ കുർബാനകൾ നാം അർപ്പിച്ചു, എത്രയോ പ്രാർത്ഥനകൾ നാം ചൊല്ലി. നമ്മുടെ സഹോദരങ്ങളോട് രമ്യതപ്പെട്ടിട്ടാണോ, അവർക്ക് ക്ഷമ കൊടുത്തിട്ടാണോ നമ്മൾ ഈ പരിശുദ്ധ കുർബാനകളെല്ലാം അർപ്പിച്ചത്? ഈ പ്രാർത്ഥനകളെല്ലാം നമ്മൾ ചൊല്ലിയത്? ഈശോയുടെ തിരുസന്നിധിയിൽ തീഷ്ണതയോടെ ചേർന്നിരുന്നു കൊണ്ട് ഈ നോമ്പ് കാലഘട്ടത്തിന്റെ 2-ാം ദിനം ആലോചിക്കുക, ചിന്തിക്കുക. നമുക്ക് ക്ഷമ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈശോ നമ്മെ പഠിപ്പിച്ചത് ക്ഷമയുടെ ജീവിതമല്ലേ? തന്നെ വേദനിപ്പിച്ചവരോട്, ഒറ്റിക്കൊടുത്തവരോട്, തള്ളിപ്പറഞ്ഞവരോട്, മാറ്റി നിർത്തിയവരോട്, തന്റെ ശരീരം മുഴുവൻ കീറി മുറിച്ചവരോട് അവിടുന്ന് ക്ഷമിച്ചില്ലേ? കണ്ണും പൂട്ടി ക്ഷമിച്ചില്ലേ? എനിക്ക് ആരോടും വെറുപ്പില്ല, എനിക്ക് ആരോടും വിദ്വേഷമില്ല, പകയില്ല, കോപമില്ല, പിണക്കമില്ല. കർത്താവ് കാൽവരി കുരിശിൽ അവസാന വിനാഴികയിൽ ഏറ്റവും വലിയ മാതൃക കാണിക്കുക: പിതാവേ, ഞാൻ എല്ലാവരോടും ക്ഷമിക്കുന്നു, അങ്ങ് ക്ഷമിക്കണമേ. എന്റെ ജീവിതത്തിൽ ക്ഷമിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഓരോ പരിശുദ്ധ കുർബാനയിലും നാം ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ സഹോദരനോടുള്ള വെറുപ്പ് വെച്ചിട്ടാണോ നമ്മൾ കടന്നു വരുന്നത്? ഓരോ പ്രാർത്ഥന ചൊല്ലുമ്പോഴും സഹോദരങ്ങളോടുള്ള വെറുപ്പും വിദ്വേഷമൊക്കെ, ദേഷ്യമൊക്കെ മനസ്സിൽ വെച്ചിട്ടാണോ പരിശുദ്ധ കുർബാന നമ്മൾ അർപ്പിക്കുന്നത്? ഈശോയിൽ പ്രിയമുള്ളവരെ, ഈ 50 നോമ്പില് ഒരു ക്രിസ്ത്യാനിയായി തീരുവാൻ ഈശോ നമ്മെ ക്ഷണിക്കുക. ക്രിസ്തുവിന്റെ വഴി സ്നേഹത്തിന്റെ വഴിയാ. ശത്രുക്കളെ ചേർത്ത് പിടിച്ച, ശത്രുക്കളെ സ്നേഹിച്ച, അവർക്ക് ക്ഷമ കൊടുത്ത നമ്മുടെ ഈശോ, അതാണ് ക്രിസ്തുവിന്റെ വഴി. അതാണ് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ വഴി. ഈശോ നമ്മെ ഈ നോമ്പ് കാലം ഓർമ്മിപ്പിക്കുക. നാളിതുവരെ എന്തെല്ലാം ജീവിതത്തിൽ കടന്നു വന്നാലും അതെല്ലാം മാറ്റിവെക്കുക, ക്ഷമിക്കുക. നമ്മുടെ കല്ലുപോലെ ഉറച്ചുപോയ ഹൃദയത്തെ ഈശോയെ മാംസളമാക്കി മാറ്റണമേ, അങ്ങയുടെ തിരുരക്തം കൊണ്ട് എന്നെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ എന്ന് ദൈവ തിരുസന്നിധിയിൽ ഹൃദയം നുറുങ്ങി ഈ നോമ്പുകാലം പ്രാർത്ഥിക്കുക. നമുക്കൊരു യഥാർത്ഥ ക്രിസ്ത്യാനിയാകാം. സ്നേഹിക്കുന്ന, ക്ഷമിക്കുന്ന, കരുണ കാണിക്കുന്ന ഒരു ക്രിസ്ത്യാനിയായി മാറുവാനായിട്ട് ഈ നോമ്പ് കാലഘട്ടത്തില് ഈ ദിനങ്ങൾ നമുക്ക് പരിശ്രമിക്കാം. നല്ല ഈശോ, സ്നേഹം തന്നെയായ, കരുണയായ ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.